എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. NIS നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അതേപോലെ തന്നെ NIS അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഈ ഒരു വിവരം അറിഞ്ഞിരിക്കുക. സോ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. NISന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ആണ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു 10ാം ക്ലാസ്സിന്റെയോ +2ന്റെയോ സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NIOS വഴി നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി ഈ ഒരു 10ാം ക്ലാസ്സും +2 ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസും LB അക്കാദമി ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10ാം ക്ലാസ്, +2, ഡിഗ്രി ഈ ഒരു കോഴ്സുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മൾ കാര്യങ്ങൾക്ക് കിടക്കുവാണ്. നമ്മുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ NIOSൽ പഠിച്ച് പാസ് ഔട്ട് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ വിജയിച്ചതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികളുടെയും പേരൻസിന്റെ ഒക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു സംശയമാണ്, ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് പറ്റുമോ? അതേപോലെ തന്നെ PSC, UPSC, കീം, നീറ്റ് ഇങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് അനുയോജ്യപ്രദമാണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. +2 നമ്മളെ NIOS ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് യാതൊരു തടസ്സവും വരുന്നില്ല. നിങ്ങൾക്ക് നീറ്റ്, കീം അതേപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ പോകണോ, അതല്ല എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകണോ, ഇനി അതല്ല നിങ്ങൾ ഡിഗ്രി കോഴ്സ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി അതുമല്ല പാരാമെഡിക്കൽ കോഴ്സ് ആണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് മേഖലയിലും നിങ്ങൾക്ക് NIOS കഴിഞ്ഞ +2 വിദ്യാർത്ഥികൾക്ക് പോകാനായിട്ട് സാധിക്കും. യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ വരുന്നില്ല. ഇനി അതുമല്ല നിങ്ങൾ PSC, UPSC ഇങ്ങനെയുള്ള RRB ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളൊക്കെ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് NIOSന്റെ സർട്ടിഫിക്കറ്റ് ഓക്കെ ആണ് കേട്ടോ. അപ്പൊ ചില ആളുകൾ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ NIOS എന്ന് പറയുന്നത് ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചേക്കുക. കാരണം NIOS എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്നതാണ്. സോ ഇതില് 10ാം ക്ലാസ്സും +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന്റെ ആണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഇനി ഇതേപോലെ മറ്റുള്ള ആളുകൾ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ അത് വിശ്വസിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. NIOS എന്താണെന്നുള്ളതും NIOSന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരാൾ പറഞ്ഞറിയേണ്ട ആവശ്യം നമുക്കില്ല, അല്ലെ? നമുക്ക് എന്താ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് സോഴ്സസ് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. NIOS എന്നാൽ എന്താണ്, NIOSന്റെ സർട്ടിഫിക്കറ്റ് ഓക്കെ ആണോ, അതല്ലാതെ മറ്റുള്ള ആളുകൾ പറയും. ഇപ്പൊ ഒരാള് ഒരു അഭിപ്രായം പറയും, അല്ലെ? മറ്റൊരാളോട് ചോദിക്കും, അയാൾ വേറൊരു അഭിപ്രായം. ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന വ്യക്തികൾക്കൊന്നും NIOS എന്താണെന്നോ അതിന്റെ സർട്ടിഫിക്കറ്റ് എന്താണെന്നോ കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ നിങ്ങൾ NIOSനെ കുറിച്ച് നിങ്ങൾ തന്നെ കാര്യങ്ങൾ പല സോഴ്സുകൾ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. സോ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇനി അതല്ലെങ്കിൽ NIOSന്റെ റീജിയണൽ സെന്ററിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. എല്ലാ ബോർഡുകൾക്കും ഒരു കറക്റ്റ് ഒരു സെന്റർ ഉണ്ടാവും, അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ NIOSനും ഒരു റീജിയണൽ സെന്റർ ഉണ്ട്, അത് കൊച്ചിയിലാണ്. സോ നിങ്ങൾ കൊച്ചിയിലേക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ NIOS എന്താണെന്നുള്ളതും സർട്ടിഫിക്കറ്റ് എങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളതും കൃത്യമായിട്ടുള്ള വിവരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും NIOSന്റെ 10ാം ക്ലാസ്സും +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. 2018 മുതൽ നമ്മുടെ അക്കാദമിയിൽ NIOSന്റെ ഈ ഒരു ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് കുട്ടികൾ പാസ് ഔട്ട് ആയി പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം NIOS തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. അത് വർഷത്തിലായിക്കോട്ടെ, വർഷത്തിൽ 2 എക്സാമുകളും, അല്ലെ? അതേപോലെ സ്ട്രീം 2 ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഇതിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരുപാട് കുട്ടികൾ നമ്മുടെ അക്കാദമി മുഖേന പാസ്സായി പോകുന്നുണ്ട്. ഇവരെല്ലാവരും ഇന്ന് പല മേഖലകളിലും വളരെ പ്രസിദ്ധമായിട്ടുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നു. കാരണം മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളുണ്ട്, ഗവൺമെന്റ് സർവീസിൽ അവരുടെ പ്രൊമോഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് +2 എടുത്തിട്ടുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ PSC എക്സാമുകൾ എഴുതി ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡ്, ഡിഗ്രി ചെയ്ത് കഴിഞ്ഞ് PGയിലേക്ക് പോയിട്ടുള്ള ആളുകൾ, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ വർക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജോബ് ബേസ് ചെയ്തിട്ട് ജോലി കിട്ടിയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ നിരവധി ആളുകൾ NIOS വഴി 10ാം ക്ലാസ്സും +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക ആദ്യം തന്നെ. ഇനി +2കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നം വരുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോഴ്സുകൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് 100% ഉറപ്പ് നൽകുകയാണ്. ഇനി ഇവിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. NIOSൽ ഇനി മുതൽ 10ാം ക്ലാസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഈ
ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം NIOSൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡറി വിഭാഗത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് കേരള ഗവൺമെന്റിന്റെ റെഗുലർ സ്കൂളിൽ +1ഉം +2ഉം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. അതായത് നമ്മുടെ അലോട്ട്മെന്റ് മുഖേന തന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ് ഇപ്പൊ 10ാം ക്ലാസ് NIOSൽ ഒരു കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്കൂളിൽ ഇനിയിപ്പോ +1ഉം +2 ഇപ്പൊ ചില സാഹചര്യങ്ങൾ കൊണ്ടാണല്ലോ ചിലപ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ NIOSൽ ജോയിൻ ചെയ്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ചിലപ്പോൾ ഈ കുട്ടികൾ വിചാരിക്കും അല്ലെങ്കിൽ ഇവരുടെ പേരൻസ് വിചാരിക്കും ഇനി കുട്ടിയെ എന്ത് ചെയ്യാം, +1 +2 റെഗുലർ സ്കൂളിൽ പഠിപ്പിക്കാൻ വിടാം എന്നുള്ളൊരു ചിന്താഗതിയിൽ നിൽക്കുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ എന്ത് ചെയ്യും, നമ്മുടെ +1ന്റെ അലോട്ട്മെന്റിന്റെ ഒക്കെ ടൈം ആവുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്ത് അല്ലെ, ഏകജാലകം നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ അതുവഴി അപേക്ഷ കൊടുത്ത് +1ലേക്കും +2ലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ അപ്ലൈ ചെയ്ത് സ്കൂളിൽ പഠിപ്പിക്കാൻ നോക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് NIOSൽ 10ാം ക്ലാസ് സെക്കൻഡറി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പഠിച്ച് വിജയിച്ച് കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് +1ഉം +2ഉം റെഗുലർ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു അലോട്ട്മെന്റ് വഴി. എന്നാൽ അത് ഇപ്പോൾ ഗവൺമെന്റ് നിർത്തലാക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ 2026 പുതിയ ഗവൺമെന്റിന്റെ നിയമപ്രകാരം NIOSൽ സെക്കൻഡറി അല്ലെങ്കിൽ 10ാം ക്ലാസ് വിജയിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് ഇനി മുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള ബോർഡില് +1 +2 ഏകജാലകം വഴി അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെന്റ് മുഖേന നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ഒരു സർക്കുലർ നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട്. സോ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് വായിച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച്, ഇതാണ് നമ്മുടെ സർക്കുലർ. നിങ്ങൾക്ക് മാത്രമല്ല സാക്ഷരതാ മിഷന്റെ കീഴിൽ 10ാം ക്ലാസ് ചെയ്യുന്ന ആളുകൾക്കും ഇത് ബാധകമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. സാക്ഷരതാ മിഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളില് മറ്റ് ഓപ്പൺ സ്കൂൾ സംവിധാനം എന്നിവയിലൂടെ അനൗപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ 10ാം തര യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി റെഗുലർ സ്ട്രീമിൽ അപേക്ഷ സമർപ്പിക്കുവാൻ അർഹരല്ല. ഇത്തരം സംവിധാനങ്ങളിലൂടെ 10ാം തര യോഗ്യത നേടുകയും തുടർന്ന് കേരള സിലബസ് SSLCക്ക് തുല്യമാണെന്ന് കേരള പരീക്ഷാ ഭവൻ തുല്യതാ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർക്ക് കേരള സംസ്ഥാന സംരംഭമായ സ്കോൾ കേരള മുഖാന്തരം മാനദണ്ഡങ്ങൾക്കനുസൃതമായി തുടർ പഠനം സാധ്യമാകുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലറായി +1 +2 പഠിക്കാനായിട്ട് പറ്റില്ല സ്കൂൾ മുഖേന. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോൾ കേരള മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ +1 +2 പഠനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്കോൾ കേരള എന്താന്നുള്ളതൊന്ന് പറഞ്ഞേക്കാം. സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ആണ് സ്കോൾ കേരള എന്ന് പറയുന്നത്. സോ ഇനി മുതൽ NIOSൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരു കുട്ടി റെഗുലറായി കേരള ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെ കേരള ബോർഡിൽ നമുക്ക് റെഗുലറായി +1 +2 പഠിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, സ്കോൾ കേരള മുഖേനയാണ് +1 +2ന് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ NIOS മുഖേന 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ എന്തായാലും ഈ ഒരു സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന്. അതുകൊണ്ടാണല്ലോ നമുക്ക് സ്കോൾ കേരള മുഖേന ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചോളുക കേട്ടോ. അപ്പൊ ഇനി NIOSൽ 10ാം ക്ലാസ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ, വിജയിക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ സ്കോൾ കേരള മുഖേനയായിരിക്കും +1 +2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ചില ആളുകൾ ഓർക്കും NIOS വഴി ചെയ്യാൻ പറ്റത്തില്ലേ എന്നുള്ളത്. ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾ അങ്ങനെ നോക്കുന്നില്ല, NIOS വഴി തന്നെയാണ് +2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കോൺടാക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് 10ാം ക്ലാസ് NIOS ചെയ്തിട്ടുള്ള ആളുകൾക്ക് +2 NIOS തന്നെ എഴുതി പാസ് ഔട്ട് ആയി പോകാവുന്നതാണ്. യാതൊരു പ്രശ്നം വരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കേരള ബോർഡിന്റെ കീഴിൽ +1 +2 റെഗുലർ ആയിട്ട് പഠിക്കണം എന്നൊക്കെ ചില കുട്ടികളും പേരൻസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്കോൾ കേരള മുഖേന ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് NIOS മുഖേന ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NIOS വഴി തന്നെ +2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, 10ാം ക്ലാസ്സുകാർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലർ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. +2കാർക്ക് ഇതൊന്നും ബാധകമല്ല. +2കാർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് യാതൊരു തടസ്സവും നിങ്ങളുടെ ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെന്റ് എക്സാമുകൾക്കൊന്നും യാതൊരു തടസ്സവും വരുന്നില്ല കേട്ടോ. അപ്പൊ 10ാം ക്ലാസ്സുകാർ മാത്രം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ NIOSനെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ ചാനൽ ഫോളോ അപ്പ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. എങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ഇങ്ങനെയുള്ള കറക്റ്റ് വിവരങ്ങൾ നിങ്ങളിലേക്ക് നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.